Hi students, welcome to physics class. Today we are discussing about the topic measurement of length. In the last class we discussed about the physical quantities and its units. Next we discuss the measurement of length. The length can be measured by two methods. Direct method and indirect method. സോ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് വഴിയാണ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് അനദർ വൺ ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് മീൻസ് നമ്മളോട് ഈ ഒരു പെന്നിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒരു സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഒരു സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. ഇനി ചെറിയൊരു ഒബ്ജക്റ്റ് ആണ്, ദാറ്റ് മീൻസ് ഒരു 10⁻⁴. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 1 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? മീറ്റർ സ്കെയിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല 10⁻⁻⁴ മീറ്ററിൻ്റെ റേഞ്ചിലാണെങ്കിൽ 10⁻⁻⁴ ആണ്. ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെർനിയർ സ്കെയിൽ യൂസ് ചെയ്യും. ചെറിയ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വെർനിയർ സ്കെയിൽ. ഇനി ഇതിനേലും ചെറിയൊരു റേഞ്ച് വന്നാൽ ദാറ്റ് ഈസ് 10⁻⁻5 മീറ്ററിൻ്റെ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് യൂസ് ചെയ്യുക. ഐ തിങ്ക് ദ സ്ക്രൂ ഗേജ് ഈസ് ഫെമിലിയർ ടു യു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഈ 3 മെത്തേഡാണ് സാധാരണ ചൂസ് ചെയ്യാറ്. ഒന്നുകിൽ മീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാം. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 1 മീറ്റർ വരെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒബ്ജക്റ്റുകൾ മെഷർ ചെയ്യാറ്. അതുപോലെ ഇനി ചെറിയ റേഞ്ചിലൊക്കെ ആണെങ്കിൽ 10⁻⁻⁴ റേഞ്ചിലാണെങ്കിൽ നമ്മളവിടെ വെർനിയർ സ്കെയിൽ യൂസ് ചെയ്യും. ഇനി ഒരു 10⁻⁻5 റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ക്രൂ ഗേജ് യൂസ് ചെയ്യും. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു 1 മീറ്ററിന് മുകളിൽ ഇപ്പോൾ ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ, അതല്ലെങ്കിൽ ഒരു ഹെവൻലി ബോഡി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ലെങ്ത് മെഷർ ചെയ്യുക? നമുക്കറിയാം ഒരു ഹെവൻലി ബോഡി മീൻസ് ഒരു സ്റ്റാറിലേക്കുള്ള, എർത്തിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് മെത്തേഡാണ് സാധാരണ സെലക്ട് ചെയ്യാറ്. സോ നമ്മൾ എപ്പോഴും ഹെവൻലി ബോഡീസിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇൻഡയറക്റ്റ് മെത്തേഡ് ക്യാൻ ചൂസ്. സോ ദിസ് മെത്തേഡ് ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. So how we measure the large distance? For example പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റാറിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഫ്രം എർത്തിൽ നിന്ന് സ്റ്റാറിനെ മെഷർ ചെയ്യുക നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് വഴിയാണ്. സോ നമുക്ക് പറയാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവർ ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി ലാർജ്, വി ക്യാൻ ചൂസ് പാരലാക്സ് മെത്തേഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു എർത്തിൽ നിന്ന് നമ്മൾ സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എർത്തിൽ 2 പോയിന്റ്സ് ചൂസ് ചെയ്യാണ്. എ എന്ന് പറയുന്ന പോയിന്റും അനദർ പോയിന്റ് ഈസ് ബി എന്ന് പറയുന്ന പോയിന്റും. സോ എർത്തിൻ്റെ സർഫസിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം വെരി വെരി ലാർജ് ആണ്. ഇൻ ദിസ് കേസ് വി യൂസ് പാരലാക്സ് മെത്തേഡ്. ഇനി എങ്ങനെയാണ് പാരലാക്സ് മെത്തേഡ് വഴി നമ്മൾ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ എർത്തിൽ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എർത്തിൽ നിന്ന് സ്റ്റാറിനെ നോക്കുമ്പോൾ നമുക്ക് 2 കണ്ണുണ്ട്. ആ 2 കണ്ണിൻ്റെയും പൊസിഷനിൽ വരുന്ന ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പോയിന്റ്സ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സോ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് ബേസ് എന്നാണ്. ബേസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവർ
The distance between A and B for the observation is called base. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ എയും ബി എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവർ ആണ്. ഒബ്സർവ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഒബ്സർവർ. സോ എ ആൻഡ് ബി ആർ കോൾഡ് ഒബ്സർവർ ആൻഡ് ദ സ്റ്റാർ ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. Then we can say that the distance between A and B for the observation is called base. അപ്പോൾ രണ്ട് ഒബ്സർവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ ബി എന്നാണ്. ഇനി എർത്തിലെ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം എർത്തിലെ അനദർ പോയിന്റിൽ നിന്നും സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? ക്യാപിറ്റൽ ഡി തന്നെയാണ്. ശരിയല്ലേ? എർത്തിൽ രണ്ട് പോയിന്റ്സിൽ നിന്നും സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒബ്സർവറും ഒബ്ജക്റ്റും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഗിളിനെ നമ്മൾ തീറ്റ എന്നാണ് കൺസിഡർ ചെയ്യാറ്. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് പാരലാക്സ് ആംഗിൾ. So the angle between the object and the observer is known as parallax angle. Clear? ഈ പാരലാക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സസിൽ. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. സോ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാം. സോ നമുക്കിവിടെ പാരലാക്സ് ആംഗിൾ തീറ്റയാണ്. തീറ്റ ഈക്വൽ ടു ആർക്ക്. ഈ ആംഗിളിന് ഒപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെയാണ് നമ്മൾ അവിടുത്തെ ആർക്ക് എന്ന് പറയാം. അപ്പം നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഷേപ്പാണ്. സോ ഇതെന്ന് പറയുന്നത് ഇവിടെ ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ചെറിയ ആർക്ക് പോലെയാണ് വരിക. ഒറിജിനലി ആ ഷേപ്പ് ഒരു ആർക്ക് പോലെയാണ്. സോ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ നമ്മൾ ആർക്ക് എന്ന് പറയും. സോ ഇവിടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവറിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഡി. ഓക്കെ, ഇനി എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബേസ് ആണ്, ദാറ്റ് മീൻസ് സ്മോൾ ബി ആണ്. സോ നമുക്ക് പാരലാക്സ് ആംഗിളിൻ്റെ വാല്യൂ തീറ്റ ഈക്വൽ ടു സ്മോൾ ബി ബൈ ഡി എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് മെഷർ ചെയ്യേണ്ടത്? ഒബ്സർവറിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ എർത്തിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഡീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തീറ്റേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു ബി ബൈ തീറ്റ. സോ ഈ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഈസി മെത്തേഡാണ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സ്റ്റാർ. എർത്തിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പാരലാക്സ് മെത്തേഡ്. അപ്പോൾ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? The distance between the observer and the object is very large, then we can use parallax method. From parallax method, the distance between the earth and the star is d equal to small b by theta, where small b is known as base. That means distance between the two observer, and theta is the പാരലാക്സ് ആംഗിൾ. സോ നമ്മൾ പറഞ്ഞു ഈ പാരലാക്സ് മെത്തേഡ് വഴി ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫ്രം ദീസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആംഗുലാർ ഡയമീറ്റർ ഓഫ് ദ സ്റ്റാർ. അപ്പം നമ്മളറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്തിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറിൻ്റെ ആംഗുലാർ ഡയമീറ്റർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാറിന് ഞാനിപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. ഇതാണ് അതിൻ്റെ ഡയമീറ്റർ. അത് നമുക്ക് സ്മോൾ ഡി ആയിട്ട് എടുക്കാം. ഓക്കെ,
അപ്പം നമ്മൾ ടെലസ്കോപ്പ് വെച്ച് ഈ സ്റ്റാറിനെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. ഇവിടെയാണ് ടെലസ്കോപ്പ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സ്റ്റാറിൻ്റെ 2 എൻഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. സോ ഈ ടെലസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു എൻഡിലേക്ക് ഫോക്കസ് ചെയ്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ എൻഡിലേക്കും ഫോക്കസ് ചെയ്തു. ഓക്കെ, സോ ഈ ടെലസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സ്റ്റാറിൻ്റെ 2 എൻഡിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ വി ക്യാൻ മെഷർ ദ ആംഗിൾ. നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടും. അത് നമുക്ക് ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിളാണ്, ഒരു പർട്ടിക്കുലർ ആംഗിളാണ്. നമ്മുടെ എർത്തിൽ നിന്ന് സ്റ്റാറിൻ്റെ 2 എൻഡിലേക്ക് അല്ലെങ്കിൽ 2 സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളാണ്. ദ വാല്യൂ ഓഫ് തീറ്റ ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദ ടെലസ്കോപ്പ്. ഈ ടെലസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ തീറ്റയുടെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്കറിയാം ഈ എർത്തിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ക്യാപിറ്റൽ ഡി ആയിട്ട് കൺസിഡർ ചെയ്യാറ്. ഇതാണ് നമ്മളുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിളിന് ഒപ്പോസിറ്റ് വരുന്ന സൈഡാണ്. ദാറ്റ് മീൻസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഒബ്സർവർ. ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് എന്താണ്? സ്റ്റാറിൻ്റെ ആംഗുലാർ ഡയമീറ്റർ, ദാറ്റ് ഈസ് സ്മോൾ ഡി. അപ്പോൾ സ്മോൾ ഡി എന്ത് വരും? ഈ ക്യാപിറ്റൽ ഡിന് ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദാറ്റ് ഈസ് capital D into theta. So from the parallax method we can find out the distance between the observer and the object and also measure the angular diameter of the object. ഇവിടെ നമ്മൾ ആ ഒബ്ജക്റ്റ് സ്റ്റാർ ആയിട്ടാണ് കൺസിഡർ ചെയ്ത്, അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറിൻ്റെ ആംഗുലാർ ഡയമീറ്റർ നമുക്ക് ഈ പാരലാക്സ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പാരലാക്സ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാവുന്നതാണ്. ഫൈൻഡ് ഔട്ട് ദ ആംഗുലാർ ഡയമീറ്റർ ഓഫ് ദി സ്റ്റാർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗാലക്സീസ് എന്ന് ചോദിക്കാം. അപ്പോഴെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇത്. സോ ഈ 2 ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ലെങ്ത്തുകൾ മെഷർ ചെയ്യുമ്പോൾ കൺവേർഷൻസ് വരും. ദാറ്റ് മീൻസ് നമ്മളൊരു 1 സെൻറ്റിമീറ്റർ ആളാണ് നമ്മുടെ ഒബ്ജക്റ്റ് മെഷർ ചെയ്തെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് SI സിസ്റ്റമാണ്. അപ്പോൾ ഒരു 1 സെൻറ്റിമീറ്ററിലുള്ളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 10⁻² മീറ്ററാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പെൻ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അതിൻ്റെ വാല്യൂ 15 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിവിടെ സെൻറ്റിമീറ്റർ ആണ്, ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ 15 നമ്മുടെ ന്യൂമറലിൻ്റെ കൂടെ ഒരു 10⁻² മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ SI സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1 മില്ലിമീറ്റർ ആണ്. ഇപ്പോൾ മില്ലിമീറ്ററിലാണ് നമ്മളുടെ ക്വാണ്ടിറ്റി എങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് എങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം ആ ന്യൂമറലിൻ്റെ കൂടെ ഒരു 10⁻³ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മീറ്റർ. നെക്സ്റ്റ് വരുന്നത് 1 മൈക്രോമീറ്റർ. മൈക്രോയിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 10⁻⁻6 മീറ്റർ.
അതുപോലെ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ് 1 ആംസ്ട്രോങ്. ഒരു ആംസ്ട്രോങ് യൂണിറ്റിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1 ആംസ്ട്രോങ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. അതുപോലെ നെക്സ്റ്റ് 1 പൈക്കോമീറ്റർ. 1 പൈക്കോമീറ്റർ which is equal to 10⁻⁻12 meter. സോ ഒരു പൈക്കോമീറ്ററിൽ തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂമറൽ എത്രയാണോ അതേ ഇൻറ്റു 10⁻⁻12. നെക്സ്റ്റ് 1 ഫെർമി. 1 ഫെർമി എന്ന് പറഞ്ഞാൽ which is equal to 10⁻⁻15 meter. ഈ കൺവേർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യാം.